ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഡ്രീം 11 കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഗായ്സ്, യെസ്റ്റർഡേ ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു. ഡ്രീംസ് അല്ല, DMs ഉണ്ടായിരുന്നു. ബ്രോയുടെ ഡ്രീം 11 കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് DMs വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ റിസൾട്ട് തന്ന പ്ലേയേഴ്സിനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ അതേ സെയിം ഗെയിം പ്ലേ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തന്ന പ്ലെയർ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്ര എഫക്റ്റീവായി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ റിസൾട്ട് തന്ന ഒരു പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡ്രീം 11 സെലക്ട് ചെയ്തത്. അപ്പോൾ ഗൈസ്, ഗോൾ കീപ്പറായിട്ട് ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒലിവർ കാനെ തന്നെയായിരിക്കും. കാരണം അത്യാവശ്യം ലോങ് റേഞ്ചിലായാലും അതുപോലെ തന്നെ ബോക്സിനകത്ത് വെച്ചിട്ടായാലും അൺബിലീവബിൾ സേവിങ്സ് ഒക്കെ ഒരുപാട് മാച്ചസിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതും അധികം ഒരു ടൂർണമെൻറ്റിൽ തന്നെ ഫൈനലിൽ ആ ഒരു കളിക്ക് ശേഷം പിന്നെ ഒലിവർ കാൻ എന്ന പ്ലെയറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടില്ല. കാരണം 1-on-1 സിറ്റുവേഷനിൽ വരെ പുള്ളിക്കാരൻ രക്ഷിച്ച് ഒരുപാട് മൂമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗോൾ കീപ്പറായിട്ട് എന്തായാലും ആ ഒരു പൊസിഷനിൽ ഒലിവർ കാനെ തന്നെ ചൂസ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കാർഡും കൂടി ഉണ്ടായിട്ടുണ്ട്. സ്മൈക്കിൾ അധികം എല്ലായിടത്തും ഉള്ളൊരു ഗോൾ കീപ്പർ തന്നെയായിരിക്കും സ്മൈക്കിൾ. എനിക്ക് തോന്നുന്നു ഓവറോൾ 105 106 ആ ഒരു ഓവറോൾ റേറ്റിംഗ് വരുന്നുണ്ട്. പക്ഷെ ആ റേറ്റിങ്ങിനനുസരിച്ചിട്ടുള്ളൊരു പകുതി പെർഫോമൻസ് വരെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ട്. അവർ ആ അക്കൗണ്ടിൽ ഞാൻ ഒരുപാട് മാച്ചസ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു 97 98 ആ ഒരു റേറ്റിങ്ങിൻ്റെ ഒരു പെർഫോമൻസ് വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ജസ്റ്റ് ഒരു റേറ്റിംഗ് 105, ആ 105 റേറ്റിംഗ് കണ്ടിട്ടാണ് ഒരുപാട് പേര് സൈൻ ചെയ്തിട്ടുണ്ട്. സ്മൈക്കിളിന് ഒരുപാട് പേര് സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സൈൻ ചെയ്തതിന് ശേഷം ഒരു 99% എല്ലാവരും പറയുന്നത് ഭയങ്കര ഫോം ഔട്ടാണ്. ആ ഒരു 105 ഓവറോൾ റേറ്റിങ്ങിനുള്ള ഒരു പ്ലെയറെ അല്ല എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിം അഭിപ്രായം തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അധികം എല്ലാവർക്കും സ്മൈക്കിളിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് ലെഫ്റ്റ് വിങ് ബാക്ക് ഇതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തും ഉള്ള കാർഡ് തന്നെ ആയിരിക്കും. പക്ഷെ വീക്ക് പോയിൻ്റ് എന്താണെന്നിപ്പോൾ പറയുകയാണെങ്കിൽ അധികം ഒഫൻസീവ്ലി ഒരു ബുൾ തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഒഫൻസീവ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്രോസിംഗ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രീ കിക്ക് ആയാലും ഷൂട്ടായാലും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അധികം എല്ലാവരുടെ കയ്യിലും ഉള്ള കാർഡും തന്നെയാണ്. റോബർട്ടോ കാർലോസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗായ്സ്, ഡിഫെൻസീവ്ലി അത്യാവശ്യം നല്ലൊരു സ്റ്റേബിളായിട്ട് അധികം ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള നല്ലൊരു സെൻറ്റർ ബാക്ക് ഉണ്ടെങ്കിൽ റോബർട്ടോ കാർലോസിനെ പോലുള്ളൊരു പ്ലേയേഴ്സിന് ആ ഒരു പൊസിഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെൻറ്റർ ബാക്ക് നല്ല രീതിയിൽ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഡിഫൻസ് പൊട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. റോബർട്ടോ കാർലോസ് ഇല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് തോന്നിയത് അൽഫോൺസോ ഡേവിസ് തന്നെയാണ്. കാരണം അത്യാവശ്യം ഒഫൻസീവിലായാലും ശരി ഡിഫെൻസീവിലായാലും ശരി, ഇനിയിപ്പോൾ സെൻറ്റർ ബാക്ക് ഫ്രണ്ടിലേക്ക് വന്നതിനാലും ആ ഒരു എന്താ പറയുക, ആ ഒരു വീക്ക് പോയിൻ്റ് മനസ്സിലാക്കിയിട്ട് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് അൽഫോൺസോ ഡേവിസ് ഒരുപാട് മാച്ചസിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ഏരിയ കവർ ചെയ്യുന്നതായിട്ട് നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അൽഫോൺസോ ഡേവിസ് തന്നെയാണ്. പക്ഷേ അൽഫോൺസോ ഡേവിസിനും റോബർട്ടോ കാർലോസിനും കമ്പയർ ചെയ്യുമ്പം രണ്ടുപേരും രണ്ട് ഗെയിം പ്ലേ ആണ്. കാരണം റോബർട്ടോ കാർലോസിനുള്ള അധികം ആട്രിബ്യൂട്ട്സോ കാര്യങ്ങളൊന്നും അൽഫോൺസോ ഡേവിസിനില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഓവറോൾ ടീം പെർഫോമൻസ് എങ്ങനെയാണ് അത് നോക്കിയിട്ട് വേണം ഈ ഒരു പ്ലെയറിനെ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് വരുവാണെങ്കിൽ നെസ്റ്റ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ആ പ്ലെയറിനെ കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം നെസ്റ്റയുടെ റേഞ്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയാം.
അത്യാവശ്യം നല്ല സ്പീഡ്, എനിക്ക് തോന്നുന്നു 87-88 സംതിങ് സ്പീഡും കാര്യങ്ങളും ഉണ്ട്. അതുപോലത്തെ 107 ടാക്ലിങ്ങും കാര്യങ്ങളും. ഡിഫെൻസീവിൽ ഓവറോൾ നോക്കുവാണെങ്കിൽ ബെറ്റർ കാർഡായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാണ്, പക്ഷേ എനിക്ക് ആ പ്ലെയറിനെ സൈൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഓൾറെഡി എനിക്ക് തോന്നുന്നു 7K 6K സംതിങ് കോയിൻസ് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് എനിക്കിത് ആ പ്ലെയറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് നെസ്റ്റയും ഇനി അടുത്ത സെൻറ്റർ ബാക്കായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് മാൽഡിനി തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ നെസ്റ്റനെ പറഞ്ഞ പോലെ തന്നെയാണ് മാൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് മാൽഡിനിയുടെ ഗെയിം പ്ലേ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത്യാവശ്യം ഡിഫെൻസീവിലായാലും ഒഫെൻസീവിലായാലും നല്ല രീതിയിൽ ഗെയിമിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് മാൽഡിനി. അപ്പം മാൽഡിനിയും നെസ്റ്റയൊക്കെ കോംബോ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. ഇനിയിപ്പം നമ്മൾ റൈറ്റ് വിങ് ബാക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി എൻ്റെ അടുത്തുള്ള പ്ലെയറാണ് വാൽക്കർ. കാരണം അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട്. ഒഫെൻസീവായാലും ഡിഫെൻസീവായാലും രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കാൻ പറ്റിയൊരു പ്ലെയറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അധികം ആരുടെ കയ്യിലും ആ കാർഡ് ഇല്ല എന്ന് തോന്നുന്നു. കാരണം ആ ഒരു കാർഡിൽ വന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു ഇവൻറ്റിൽ വന്നത് വാൽക്കറും പിന്നെ ഗവിയും വേറെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു പ്ലെയറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ആർക്കും വലിയ രീതിയിൽ താല്പര്യം ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ അധികം ആരും അങ്ങനെ സൈൻ ചെയ്താൽ കണ്ടിട്ടില്ല. അതുപോലെ ഒരുപാട് ഓപ്പോണൻസിൻ്റെ കയ്യിലോ കാണാത്തൊരു കാർഡാണ് ഈ കെയിൽ വാൽക്കർ. അപ്പോൾ റൈറ്റ് വിങ് ബാക്കായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കെയിൽ വാൽക്കർ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് സെൻട്രൽ മിഡ്ഫീൽഡർ. ഡിഫെൻസ് മിഡ്ഫീൽഡിൽ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റോഡ്രി തന്നെ ആയിരിക്കും. കാരണം റോഡ്രിനെ ഞാൻ റോഡ്രിനെ വെച്ചിട്ട് ഒരുപാട് മാച്ചസ് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 101 കാർഡാണ്. റോഡ്രിക്ക് ബാലൻഡിയോർ കിട്ടിയ ആ സമയത്ത് ആ ഒരു വീക്കിൽ വന്നൊരു കാർഡ് ഉണ്ടായിരുന്നു 106. അതധികം ഓൾമോസ്റ്റ് എല്ലാവരും സൈൻ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ടുള്ളൊരു പ്ലെയർ ആയിട്ടാണ് ആ ഒരു കാർഡ് നല്ല രീതിയിൽ റിസൾട്ടുള്ളൊരു കാർഡ്. 101 എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ 106 കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഡിഫെൻസ് മിഡ്ഫീൽഡറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും റോഡ്രി തന്നെ ആയിരിക്കും. ഇനി അടുത്ത പൊസിഷൻ RMF ആണ് ഞാൻ യൂസ് ചെയ്യുക. RMFൽ ഡേവിഡ് ബെക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ നെസ്റ്റയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഡേവിഡ് ബെക്കാമിൻ്റെ കാര്യം പറയുന്നത്. ഡേവിഡ് ബെക്കാമിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 7K എനിക്ക് 7,500 കോയിൻസ് കളഞ്ഞതാണ്. 700-500 കോയിൻസ്. എന്നിട്ട് എനിക്ക് ആ പ്ലെയറിനെ സൈൻ ചെയ്യാൻ വേണ്ടി കൊണാമി തന്നിട്ടില്ല. കൊണാമി 7,800 കോയിൻസാണ് ഞാൻ കാരണം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. കാരണം അത്യാവശ്യം ഏത് പൊസിഷനിലും ആണെങ്കിലും DMF ആയിട്ടാണെങ്കിലും ശരി, സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടാണെങ്കിലും ശരി, ഇനിയിപ്പോൾ സെൻട്രൽ സ്ട്രൈക്കറായിട്ടാലും കുഴപ്പമില്ല, അറ്റാക്കിംഗ് മിഡിൽ വേണമെങ്കിലും കളിപ്പിക്കാം. അങ്ങനെ ഓവറോൾ ഏത് പൊസിഷനിലും കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയറാണ് ഡേവിഡ് ബെക്കാം. സോ അതുപോലെ ഡേവിഡ് ബെക്കാം അധികം ആരുടെയും കയ്യിൽ ഇല്ല എന്ന് തോന്നുന്നു. കാരണം ഡേവിഡ് ബെക്കാമിൻ്റെ ആ ഒരു കാർഡ് വരുന്ന ആ സമയത്താണ് MSN കോംബോ വന്നത്. MSN കോംബോ വന്ന സമയത്ത് എല്ലാവരും 15,000 10,000 12,000 കോയിൻസ് കളഞ്ഞിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. MSNൻ്റെ കാർഡ് അറിയാമല്ലോ, അത്യാവശ്യം നല്ല ഹൈപ്പുള്ള കാർഡ് തന്നെയാണ്, അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കാർഡ് തന്നെയാണ് MSNൻ്റെത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ MSN ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി എൻ്റെ അടുത്തൊരു മെസ്സി ഉണ്ട്, റോമൻ ഫ്ലാങ്ക് മെസ്സി ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ MSN ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ RMF പൊസിഷനിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡേവിഡ് ബെക്കാമിന്. ആ ഒരു പൊസിഷനിൽ വേറൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല. ബാക്കി എല്ലാ പൊസിഷനിലും വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു പൊസിഷനിൽ എന്തായാലും ബെക്കാം തന്നെ ആയിരിക്കും. നെക്സ്റ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 10,000 മേലെ കോയിൻസ് കൊടുത്തിട്ടായാലും എങ്ങനെയെങ്കിലും സൈൻ ചെയ്തേ പറ്റൂ. കാരണം ബെക്കാമിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എനിക്ക് കാരണം എൻ്റെ ഒരു ഗെയിം പ്ലേ ആയിട്ട് നല്ല രീതിയിൽ സെറ്റാവുന്നൊരു പ്ലെയറാണ്. നെക്സ്റ്റ് സെൻട്രൽ മിഡ്ഫീൽഡർ. ഒരു DMF, ഒരു RMF, നെക്സ്റ്റ് സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജിദാൻ എന്ന് പറയുന്നത് സ്റ്റീഫൻ ജെറാർഡിൻ്റെ ആയിരിക്കും. ജെറാർഡിൻ്റെ കാർഡ് ഞാൻ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം
ഷൂട്ടും കാര്യങ്ങളും ട്രിബിളിങ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഡിഫെൻസീവ്ലി കുറച്ചൊരു വീക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ജെറാർഡ് എന്നുള്ള പ്ലെയർ അധികം അറ്റാക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ കയ്യിൽ ആ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, ആ ഒരു കാർഡിൻ്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ജെറാർഡിൻ്റെ കോച്ചായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോച്ചായിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായത്. കാരണം അത്യാവശ്യം ഡിഫെൻസീവിൽ നല്ല രീതിയിൽ സപ്പോർട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് സ്റ്റീഫൻ ജെറാർഡ്. ജെറാർഡിൻ്റെ കാർഡ് അധികം എല്ലാവരും സൈൻ ചെയ്തിട്ടുമുണ്ട്. അത് മാനേജറായിട്ടാണോ അറിയുന്നത്, പ്ലെയറായിട്ടുമുണ്ട്, മാനേജറായിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് സ്റ്റീഫൻ ജെറാർഡ് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുവാണെങ്കിൽ, ലെഫ്റ്റ് വിങ്ങിൽ ഞാൻ പ്ലേ ചെയ്യിപ്പിച്ചില്ല, എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് തന്ന പ്ലെയർ റയൽ മാഡ്രിഡിൻ്റെ റൊണാൾഡോനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് എനിക്ക് തോന്നുന്നു 2012 2 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് നല്ല രീതിയിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായി. പക്ഷേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാർഡ് ഏതാണെന്ന് എനിക്ക് എല്ലാവരും അറിയുന്ന കാര്യമാണ്. 2008 റൊണാൾഡോക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് യാതൊരുവിധ അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും ഇതുവരെ ആർക്കും വന്നിട്ടുണ്ടായില്ല. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് കോയിൻസ് സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. റൊണാൾഡോ എപ്പോൾ വരും എന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെക്കുറിച്ച് യാതൊരുവിധ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഇതുവരെ ആർക്കും ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. എനിക്ക് തോന്നുന്നു 102 മാക്സിമം അൽ നാസറിൻ്റെ റൊണാൾഡോ 102 ഓവറോൾ റേറ്റിംഗ് വരുന്നത്. പിന്നെ യുണൈറ്റഡിൻ്റെ 100 വരുന്ന ഒരു റൊണാൾഡോ ആണെന്ന് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ സെൻറ്റർ ഫോർവേഡിലേക്ക് വരുവാണെങ്കിൽ ബെൻസിമ തന്നെയായിരിക്കും. കാരണം എൻ്റെ ഈ ബെക്കാമിനെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് കരീം ബെൻസിമ. ബെൻസിമ എന്നൊരു പ്ലെയറിനെ ഒരു സെൻറ്റർ ഫോർവേഡ് ആണെങ്കിലും ഒരു ഡിഫെൻസീവ്ലി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. സെൻറ്റർ ഫോർവേഡ് ഒരു ഹാലൻഡിനെ പോലെയല്ല, ഒരു എംബാപ്പേനെ പോലെയുള്ളൊരു പ്ലെയറല്ല. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു ബോക്സിനകത്ത് വരേണ്ട സമയത്ത് ബോക്സിലുണ്ടാവും. അതുപോലെ ഡിഫെൻസീവ്ലി സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഡിഫെൻസീവ്ലി വന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്ലെയറാണ് കരീം ബെൻസിമ. അതുപോലെ തന്നെ അത്യാവശ്യം എനിക്ക് വീക്കായിട്ട് പറയാനാണെങ്കിൽ അത്യാവശ്യം കുറച്ച് സ്പീഡ് കുറവാണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അത്യാവശ്യം ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും അത്യാവശ്യം നല്ല സ്പീഡുള്ള പ്ലെയർ ആണെങ്കിൽ വലിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നമായിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ബെക്കാമിനെ പറഞ്ഞ പോലെ തന്നെ സെൻറ്റർ ഫോർവേഡ് അവിടെ ഫിക്സ് ആണ്. സെൻറ്റർ ഫോർവേഡ് എന്തായാലും ആ ഒരു പൊസിഷൻ ബെൻസിമ തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ റൈറ്റ് വിങ്ങിലേക്ക് വരുമ്പം റൈറ്റ് വിങ് ഫോർവേഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഗാരത്ത് ബെയിൽ തന്നെ ആയിരിക്കും. എല്ലാവർക്കും അറിയാം, എൻ്റെ ഇൻസ്റ്റാ ഹാൻഡിൽ ഗാരത്ത് ബെയിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ഈ ബെൻസിമ എങ്ങനെയാണ് അതുപോലെ തന്നെ ഗാരത്ത് ബെയിലും ആണ്. അത്യാവശ്യം എന്താ പറയുക, ഇതുപോലൊരു ഓൾറെഡി ഞാനൊരു മാഡ്രിഡ് ഫാനാണ്. കാരണം എനിക്ക് ഈ ഗാരത്ത് ബെയിലായാലും ബെൻസിമ ആയാലും എൻ്റെ മാഡ്രിഡ് ഫാനാണുള്ള മെയിൻ റീസൺ ഇവരുടെ ഗെയിം പ്ലേ കണ്ടിട്ടാണ്. കാരണം ടോട്ടൻഹാമെന്ന് വന്ന ആടുള്ള ഒരു ബെയിലുണ്ടല്ലോ, ടോട്ടൻഹാമെന്ന് വന്നിട്ട് ഒരു 2 സീസണിൽ ലിവർപൂളുമായിട്ടുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ ആ ഒരു ഗെയിം പ്ലേ. അതുപോലെ തന്നെ കോപ്പ ഡെൽ റേ, ആ കോപ്പ ഡെൽ റേയിൽ ബാഴ്സലോണയായിട്ടുള്ള ആ ഒരു ഗോൾ ഉണ്ടല്ലോ ലാസ്റ്റ്, ആ ഒരു 1-2 തോറ്റ് നിൽക്കുന്ന സമയത്ത് അവസാന ഘട്ടത്തിൽ വന്നിട്ട് ഗോൾ അടിച്ച ഒരു റൺ ചെയ്തിട്ട് പോകുന്നൊരു ഗോൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയം തൊട്ടിട്ട് ഭയങ്കര ഡൈ ഹാർട്ട് ഫാനാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഗാരത്ത് ബെയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ഡ്രീം 11 എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു കാർഡ് സിദാൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ പോഗ്ബയുടെ കാർഡ് വന്നാൽ എന്തായാലും ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ടോണി ക്രൂസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ 2008 റൊണാൾഡോ, അത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പറഞ്ഞ ഈ കാർഡ് തന്നെയാണ്. സിദാന് വെയിറ്റിംഗ് ആണ്, പോഗ്ബ, ടോണി ക്രൂസ്. അപ്പോൾ ഇതാണ് ഗായ്സ് എൻ്റെ ഡ്രീം 11. അപ്പോൾ നിങ്ങളുടെ ഡ്രീം 11 കുറിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.